അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മഖ്ലൂഖീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സ്നേഹ ആദരവുകൾ നിറഞ്ഞ സുഹൃത്തുക്കളെ, മാന്യ ശ്രോതാക്കളെ, ഇന്ന് നാം സംസാരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തെക്കുറിച്ചാണ്. അതായത് ഇസ്തിഗാസ, അള്ളാഹു കൊടുത്ത കഴിവോ കൊടുക്കുന്ന കഴിവോ എന്നതിനെക്കുറിച്ചാണ്. നമ്മുടെ കേരളത്തിൽ വർഷങ്ങൾക്കപ്പുറം ചർച്ചയ്ക്ക് വിധേയമായ, വളരെ ഗൗരവമായി ചിന്തിക്കേണ്ട ഒരു വിഷയമാണ് ഇസ്തിഗാസ എന്ന് പറയുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ മഹത്തുക്കളായ അമ്പിയാക്കൾ, ഔലിയാക്കൾ, സ്വാലിഹീങ്ങൾ, ഇവരോട് നേരിട്ട് നടത്തുന്ന സഹായ അഭ്യർത്ഥന എന്ന് ഇസ്തിഗാസയെക്കുറിച്ച് നമുക്ക് ചെറിയ രൂപത്തിൽ മനസ്സിലാക്കാം. എന്നാൽ ഈ ഇസ്തിഗാസ എന്ന് പറയുന്നത് വസീലയുടെ വിവിധ മാർഗങ്ങളിൽപ്പെട്ട ഒന്നാണ്. പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറഞ്ഞിട്ടുണ്ടല്ലോ, വബ്തഗു ഇലൈഹിൽ വസീല, നിങ്ങൾ അള്ളാഹുവിലേക്ക് വസീലയെ തേടണം. അള്ളാഹുവിനോടൊരു കാര്യം ചോദിക്കുമ്പോൾ അവിടെ വസീലയെ നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താം. ഇത് പരിശുദ്ധ ഖുർആനിൻ്റെ പ്രഖ്യാപനമാണ്. ഈ വസീലയുടെ വിവിധ മാർഗങ്ങൾ നമുക്ക് പഠിക്കാൻ കഴിയും. ഒന്ന്, മഹാന്മാരായ ആളുകളെ വസീലയാക്കി, മധ്യവർത്തിയാക്കി അള്ളാഹുവിനോട് ദുആ ചെയ്യുക എന്നുള്ളത്. മറ്റൊന്ന്, സൽക്കർമ്മങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യുക എന്നത്. മറ്റൊന്നാണ് ഇവിടെ ഇസ്തിഗാസ എന്ന പേരിൽ അറിയപ്പെടുന്ന സഹായ അഭ്യർത്ഥന. അപ്പം ഇതെല്ലാം തവസ്സുലിൻ്റെ, വസീലയുടെ വിവിധ മാർഗങ്ങളാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഈ വിവിധ മാർഗങ്ങളെ നാം ഉപയോഗപ്പെടുത്തുന്നതിൽ യാതൊരുവിധ തെറ്റുകൾ ഇല്ല എന്നതാണ് പരിശുദ്ധ ഖുർആനും ഹദീസും മഹത്തുക്കളായ ഉലമാക്കളുടെ പണ്ഡിതോദ്ധരണികളും നമ്മെ പഠിപ്പിക്കുന്നത്. പരിശുദ്ധമായ ഖുർആനിൽ, ഹദീസിൽ, മറ്റ് ഗ്രന്ഥങ്ങളിൽ നിരവധി വസീലയെ മുൻനിർത്തിക്കൊണ്ടുള്ള ദുആകൾ, അതേപോലെ തന്നെ ആ വസീല മുഖേന അള്ളാഹുവിനോട് നടത്തിയിട്ടുള്ള വിവിധ ദുആകൾ, ഇസ്തിഗാസകൾ, ഇതൊക്കെ നമുക്ക് പഠിക്കാൻ കഴിയും. ഓരോ വിഷയത്തിനെയും അതിൻ്റെ യാഥാർത്ഥ്യത്തിനോട് അനുയോജ്യമായ രൂപത്തിൽ നാം പഠിക്കുകയാണെങ്കിൽ ഇതിൻ്റെ സത്യവും അസത്യവും, ശരിയും തെറ്റും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ ആളുകൾ, ആ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ ഉലമാക്കൾ, പണ്ഡിതന്മാർ, അവരുടെ ഗ്രന്ഥങ്ങളിൽ ഇത് വളരെ കൃത്യമായി എഴുതി വച്ചിട്ടുണ്ട്. മഹാനരായ സുബുക്കി ഇമാമിനെ പോലെയുള്ള ആളുകൾ ശിഫാഉ സഖാം എന്ന് പറയുന്ന ഗ്രന്ഥങ്ങൾ രചിച്ചത് തന്നെ ഈ ഇസ്തിഗാസയെ, തവസ്സുലിനെയൊക്കെ സ്ഥിരപ്പെടുത്താൻ വേണ്ടിയാണ്. മഹാനവർകൾ മാത്രമല്ല, എല്ലാ ഉലമാക്കളും ഇത് സമർത്ഥിച്ചവരും അംഗീകരിക്കുന്നവരും പഠിപ്പിക്കുന്നവരും പുണ്യകരമാണ് എന്ന് എല്ലാം പറയുന്നവരും എഴുതി വച്ചവരുമാണ്. ആ ഉലമാക്കൾ, പണ്ഡിതന്മാർ എന്താണ് പഠിപ്പിച്ചത് അതനുസരിച്ച് മുന്നോട്ട് ജീവിക്കലാണ് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ലത്. ഇപ്പോൾ മഹത്തുക്കളായ ആളുകൾക്ക് അവരിലൂടെ
കറാമത്തായി ഔലിയാക്കളിലൂടെയും മുഅ്ജിസത്തായി പ്രവാചകന്മാരിലൂടെയും അത്ഭുതങ്ങൾ ഉണ്ടാകാറുണ്ട്. ഈ അത്ഭുതങ്ങൾ ഉണ്ടാകുമ്പോൾ അവരിൽ നിന്ന് ഉണ്ടാകുന്ന ഈ അത്ഭുതത്തിനുള്ള കഴിവ് അത് അള്ളാഹു നേരത്തെ കൊടുത്തുവച്ചതാണോ, അതല്ല അതിൻ്റെ ഓരോ സമയങ്ങളിലും അള്ളാഹു മഹാന്മാർക്ക് കൊടുക്കുന്ന കഴിവാണോ? ഇതാണ് നാം പഠിക്കേണ്ടത്. നമ്മുടെ വിശ്വാസപരമായ ഗ്രന്ഥങ്ങളിൽ ഇത് വളരെ അധികം പഠനാർഹമായി തന്നെ നമുക്ക് പഠിക്കാൻ കഴിയും. അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് യഥാർത്ഥത്തിൽ എല്ലാ കഴിവിൻ്റെയും ഉടമസ്ഥൻ. ഖുർആനിൽ അല്ലാഹു പറഞ്ഞിട്ടുണ്ട്, അന്നൽ ഖുവത്ത ലില്ലാഹി ജമീഅ. എല്ലാ കഴിവുകളും തീർച്ചയായും അള്ളാഹുവിനുള്ളതാണ്. അതായത് മുഴുവൻ കഴിവിൻ്റെയും ഉടമസ്ഥൻ അള്ളാഹുവാണ്. അള്ളാഹുവിനാണ് സ്വന്തമായി കഴിവുള്ളത്. അള്ളാഹുവിൻ്റെ ഏത് സൃഷ്ടികളാണെങ്കിലും അവർക്കാർക്കും സ്വന്തമായിട്ടുള്ള കഴിവുകൾ ഇല്ല. അള്ളാഹു നമുക്ക് ഓരോ ആവശ്യങ്ങൾക്ക് വേണ്ടിയുമുള്ള കഴിവുകൾ നമുക്ക് തരും. അപ്പോൾ ആ കഴിവ് അള്ളാഹു നേരത്തെ തന്നുവെച്ച കഴിവാണോ, അള്ളാഹു ആ സമയങ്ങളിൽ കൊടുത്തുകൊണ്ടിരിക്കുന്ന കഴിവാണോ എന്നതാണ് നാം പഠിക്കേണ്ടത്. ഇതൊക്കെ വളരെ കൃത്യമായി മഹാന്മാർ അവരുടെ ഗ്രന്ഥങ്ങളിൽ എഴുതി വെച്ചത് നമുക്ക് കാണാം. ഇൻഷാ അള്ളാഹ് ഇന്ന് അവസാനിപ്പിക്കുന്നു. ഇതിൻ്റെ അടുത്ത ഭാഗങ്ങൾ വരും ദിവസങ്ങളിൽ നിങ്ങൾക്ക് ശ്രദ്ധിക്കാം എന്ന് ഓർമ്മപ്പെടുത്തി ഈ വിഷയം ഇപ്പോൾ ഇവിടെ അവസാനിപ്പിക്കുകയാണെങ്കിലും പല പാർട്ടുകളായി ഈ വിഷയം ഗഹനമായ ചർച്ചയ്ക്ക് വിധേയമാക്കുകയാണ്. നിങ്ങൾ എല്ലാവരും ഇത് ശ്രദ്ധിക്കുകയും പഠിക്കുകയും ചെയ്യണമെന്ന് മാത്രം ഇപ്പോൾ ഓർമ്മപ്പെടുത്തി അള്ളാഹു എല്ലാവർക്കും സത്യം മനസ്സിലാക്കാനുള്ള കഴിവ് തൗഫീഖ് അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.